കൈയില്ലാത്ത ഒരാളെ ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ ഒരു അവസ്ഥയിൽ കൂടി കടന്നുപോയ ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ പേര് രാജൻ. ഞാൻ ചെറുപുഴ കോഴിച്ചാൽ സ്വദേശിയാണ്. ഞാൻ അടയ്ക്ക പറിക്കാൻ പോയി. കവുങ്ങയിൽ കയറി കൊല ചെത്തുമ്പോൾ തോട്ടിയിൽ കൊല കുടുങ്ങി. അപ്പോൾ തോട്ടി കൈ കൊണ്ട് കുടഞ്ഞു കഴിഞ്ഞപ്പോൾ കൊല തെറിച്ച് പോയി. പക്ഷേ തോട്ടി കയ്യിൽ നിന്ന് വിട്ടുപോയി. നേരെ വന്ന് എൻ്റെ കൈത്തണ്ടയിലാണ് വീണത്. ഇങ്ങനെയാണ് കൈത്തണ്ട അറ്റുപോയത്. ഇങ്ങനെ ഇത്രയും ഭാഗം ഇന്നലെ ഒരു 6 സെൻറ്റിമീറ്റർ മാത്രമേ 5 സെൻറ്റിമീറ്റർ വിട്ടു പോകാണ്ട് തോല് മാത്രമേ ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു കൈ. നമ്മൾ ഈ ഇവിടുന്ന് കൊണ്ടുപോയി ഒരാടൊക്കെ അവർ വേഗം നമ്മൾ ഈ കൈ മൂന്നായിട്ട് എടുത്ത് വെച്ചു. ഒരു മേശയുടെ മുകളിൽ 3ആയിട്ട് എടുത്ത് വെച്ചു. അപ്പം ഞാനിത് തല പൊന്തിച്ച് നോക്കുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെ 3ആയിട്ട്, ഒരു ബോൾ വേറെ ഉണ്ട്, ഇത് വേറെ ഉണ്ട്, ഈ തണ്ട് വേറെ, അങ്ങനെ ഒരു 3 ഇതായിട്ട് മാറ്റി. ഇപ്പം എൻ്റെ കൈ ഇങ്ങനെയാണ്. മറ്റു കാണുന്ന ദൈവത്തെ പോലെയാണ് കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ സാധനം ഈ താഴെ വന്ന് എൻ്റെ കൈ ഞാൻ എടുത്തിങ്ങനെ കൂട്ടി പിടിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് പറയും എനിക്കിത് നഷ്ടപ്പെട്ടു. അത് ഞാൻ ആംബുലൻസിൽ നിന്ന് എൻ്റെ മക്കളോടും പറയും, എൻ്റെ കൈ പോയി മക്കളെ എന്ന് പറയുന്നത്. അവിടുത്തെ സ്റ്റാഫായാലും ഡോക്ടറായാലും നേഴ്സായാലും ആരായാലും എല്ലാം നല്ല രീതിയിൽ നോക്കി അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയായിട്ടില്ല.